മുനമ്പത്തെ പ്രശ്നത്തിന് ഈ സംസ്ഥാനത്തിനുള്ളിൽ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും മുനമ്പം ജനതയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മൂലംപള്ളിക്കാരെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. നമസ്കാരം. മുനമ്പം വിഷയത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ AD 600-കളിലെ ചില പ്രാചീന ഗോത്രവർഗ മേഖലകളിലെ ഗോത്രത്തലവന്മാർ ഏതെങ്കിലും ഭർതൃമതികളായ സ്ത്രീകളെ മോഹിച്ചു പോയാൽ ആ സ്ത്രീകൾ എത്ര പ്രിയപ്പെട്ടവളാണെങ്കിലും അവളെ വിവാഹമോചനം ചെയ്തു കൊള്ളണം എന്നാണ് നിയമം. അതിനുശേഷം ആ സ്ത്രീയെ ഗോത്രത്തലവൻ ഭാര്യയാക്കി മാറ്റും. ഈ പ്രാകൃത ഗോത്രവർഗ ആചാരത്തിൻ്റെ മറ്റൊരു മുഖമാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന നിയമപരിരക്ഷയുള്ള കൊള്ളക്കാർ കഴിഞ്ഞ 10-30 വർഷമായി ഈ ഭാരതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ കണ്ണുവെച്ചാൽ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു മുസൽമാൻ അത് ദാനം ചെയ്തതാണെന്നുള്ള ചരിത്രവുമായി കൂട്ടിയിണക്കുകയും തുടർന്ന് ആ സ്ഥലത്തിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ച് ആ വസ്തുവിനെ നിയമപരമായി ഫ്രീസ് ചെയ്ത് അവരെ വ്യവഹാരങ്ങളിൽ പെടുത്തി പരമാവധി ബുദ്ധി മുട്ടിച്ച ശേഷം വഖഫ് ട്രൈബ്യൂണലിലൂടെ അനുകൂലമായ വിധി ഉണ്ടാക്കി ആ സ്വത്ത് സ്വന്തമാക്കുക എന്നുള്ളതാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് നടത്താൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന മുനമ്പം എന്ന കടലോര പ്രദേശം 90-കൾക്ക് ശേഷം കോവളവും വർക്കലയും കഴിഞ്ഞാൽ കടലോര ടൂറിസത്തിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമായി മാറി. അതോടെ അവിടുത്തെ ഭൂമിക്ക് സ്വാഭാവികമായിട്ട് വില ഉയരുകയും ഇപ്പോൾ അത് മോഹവിലയാണ്. അങ്ങനെ ലാൻഡ് വാല്യൂ ഉയർന്നതോടെ ആ ഭാഗത്തെ ഭൂമിയിൽ കണ്ണുവച്ച വഖഫ് ബോർഡ് ഒരു പഴയ ചരിത്രം ചികഞ്ഞെടുത്ത് നിയമപരമായ രേഖകളുള്ള 600ഓളം കുടുംബങ്ങളുടെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് അവരുടെ ഭൂമിയിൽ മേലുള്ള ക്രയവിക്രയങ്ങൾ തടഞ്ഞുകൊണ്ട് അവരെ കുടിയിറക്കാനുള്ള ശ്രമം അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. 600ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ടാണ് ഇത് കേരള പൊതുസമൂഹം അറിഞ്ഞത്. എന്നാൽ ആരാലും അറിയാത്ത കേസുകൾ വേറെയുണ്ട്. ആലപ്പുഴയിലെ ഡച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കടലുമായി അടുത്ത് നിൽക്കുന്ന കടലോര ടൂറിസത്തിൻ്റെ പ്രധാന ഒരു കേന്ദ്രമാണ്. ഡച്ച് സിമിത്തേരിയും ഡച്ച് പള്ളിയും ഒക്കെയുള്ള സ്ഥലം. അവിടെ ഒരു CSI സഭാംഗമായ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് സാമ്പത്തിക ആവശ്യമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ നിന്നും ഡച്ച് സ്ക്വയറിലെ റോഡരികിലുള്ള ഒരു 10 സെൻറ്റ് സ്ഥലം ആലപ്പുഴയിലെ ഒരു വസ്ത്ര വ്യാപാരിക്ക് വിൽക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ചെല്ലുമ്പോഴാണ് ആ വസ്തുവിന്മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെ ആ കച്ചവടം മുടങ്ങുകയും തുടർന്ന് കേസും പ്രശ്നങ്ങളൊക്കെ ഡോക്ടർ അതിൻ്റെ പുറകെ നടന്ന് തുടർന്ന് മാനസികമായി തകർന്ന ഡോക്ടർ കിടപ്പിലായി അതോടെ മരണമടഞ്ഞു. അങ്ങനെ കോടികൾ വിലമതിക്കുന്ന ആ വസ്തു വഖഫ് ബോർഡിന് സ്വന്തം. ഇപ്പോൾ മുനമ്പത്തെ കാര്യമായാലും തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ഗ്രാമവും ബാംഗ്ലൂരിലെ ഈദ്ഗാഹ് മൈതാനവും മുകേഷ് അംബാനിയുടെ കൊട്ടാരവും മാരിയറ്റ് ഹോട്ടലുമെല്ലാം വലിയ വലിയ വാർത്തകളായതുകൊണ്ട് മാത്രമാണ് അത് മാധ്യമങ്ങളിലൂടെ രാജ്യം മുഴുവൻ അറിഞ്ഞത്, അല്ലേ? ഞാനീ പറഞ്ഞ ഡോക്ടറുടെ കഥ നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ എത്രയെത്ര ഡോക്ടർമാർ കേരളത്തിൽ തന്നെ ഉണ്ടാവും. ഭാരതത്തിലെ പരമോന്നത നീതിപീഠത്തിന് പോലും ചോദ്യം ചെയ്യാനാവാത്ത രീതിയിൽ നെഹ്റു മുതൽ നരസിംഹറാവു വരെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ സഹായത്തോടു കൂടി നിയമപരിരക്ഷ നേടിയ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഈ കൊള്ളസംഘം ഭാരതത്തിൻ്റെ മതേതര നിലനിൽപ്പിന് ഭീഷണിയായി മാറി എന്നതുകൊണ്ടാണ് വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുവാൻ വഖഫ് നിയമ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നത്. കാരണം 1995-ൽ പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമ ഭേദഗതിയിലൂടെയാണ് അന്നത്തെ നരസിംഹറാവു ഗവൺമെൻറ് വഖഫ് ബോർഡിനെ താലത്തിൽ വെച്ച് ഈ അധികാരങ്ങളെല്ലാം കൊടുത്തത്. അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ
അതേ പാർലമെൻറ്റിൽ തന്നെ പാസ്സാക്കുന്ന മറ്റൊരു നിയമ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കൂ, അല്ലാതെ സാധിക്കില്ല. അല്ലാതെ മനുഷ്യാവകാശം എന്ന നിലയിലോ മറ്റേതെങ്കിലും രീതിയിലോ മുനമ്പത്തെ പ്രശ്നത്തിന് ഈ സംസ്ഥാനത്തിനുള്ളിൽ വെച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും മുനമ്പം ജനതയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മൂലംപള്ളിക്കാരെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. കാരണം കേരള സർക്കാർ നിങ്ങൾക്ക് വേണ്ടി പ്രമേയം പാസാക്കിയാലും അല്ലെങ്കിൽ മറ്റെന്ത് നിലപാടെടുത്താലും വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങളെ അതൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല. അതുപോലെ കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് നടക്കുന്ന കേസിൽ വഖഫ് ബോർഡിൻ്റെ അവകാശവാദത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വിധി ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി അഥവാ ഉണ്ടായാൽ പോലും വഖഫ് ട്രൈബ്യൂണലിൽ നടക്കാൻ പോകുന്ന വ്യവഹാരം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തീരില്ല. തീരുന്ന കാലത്ത് മുനമ്പംകാർക്ക് അനുകൂലമായ ഒരു വിധിയും വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. മാത്രവുമല്ല, ഈ വ്യവഹാരങ്ങളെല്ലാം തീരുന്ന കാലം വരെ നിങ്ങളുടെ ഭൂമിയിൽ യാതൊരുവിധ ക്രയവിക്രയവും നടക്കില്ല. ഇവിടെ ആരൊക്കെ ഏതൊക്കെ രീതിയിലെ വാഗ്ദാനങ്ങൾ മുനമ്പത്തുകാർക്ക് നൽകിയാലും മുനമ്പത്തുകാരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഭാരതത്തിലെ വഖഫ് ബോർഡിൻ്റെ എല്ലാ ഇരകൾക്കും എന്ന പോലെ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയിലൂടെ അല്ലാതെ പരിഹരിക്കപ്പെടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട മുനമ്പത്തെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. വഖഫ് ബോർഡ് വിഷയം എന്ന് പറയുന്നത് ഒരു തരത്തിലും മതപരമല്ല. അത് ശരിക്കും രാഷ്ട്രീയപരവും നിയമപരവും ഭരണഘടനാപരവുമാണ്. അല്ലാതെ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിനെയും ഹാജി മസ്താനെയും പോലെയുള്ള കൊള്ളക്കാരെ നിയമപരമായി നേരിടുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന് പറയുന്ന പോലെയാണ്. അതിനെ ഒരു തരത്തിലും അംഗീകരിക്കേണ്ടതായ ആവശ്യമില്ല. അപ്പോൾ ജനങ്ങളോട് പ്രതിപത്തിയുള്ള ഒരു നേതാവും പാർട്ടിയുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമെങ്കിൽ തങ്ങളുടെ മുൻഗാമികളായ നെഹ്റുവും രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും മൻമോഹൻ സിംഗുമെല്ലാം കാണിച്ച തെറ്റിനെ കേന്ദ്ര സർക്കാർ തിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പകരം ഇവിടെ എന്താണ് ചെയ്യുന്നത്? വഖഫ് ബോർഡ് എന്ന് പറയുന്ന ലാൻഡ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പാർലമെന്റിനകത്തും പുറത്തും പട നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സാണ്. അതിനുവേണ്ടി അരയും തലയും ഉറക്കി മുൻനിരയിൽ നിൽക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എംപിമാരാണ്. അപ്പോൾ അവരെ തിരുത്തുവാനാണ് മുനമ്പം ജനതയോട് ആത്മാർത്ഥതയുള്ളവർ ആരായാലും അവർ ചെയ്യേണ്ടത്. അല്ലാതെ എങ്ങും തൊടാതെയുള്ള അഴകുഴമ്പൻ നിലപാടുകൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. ഇവിടെ പലരുടെയും നിലപാട് കടമ നിർവഹിക്കൽ മാത്രമാണ്. അപ്പം അതല്ല ഈ വിഷയത്തിൽ വേണ്ടത്. നിങ്ങൾക്ക് മുനമ്പത്തെ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ ഈ വിഷയത്തിലെങ്കിലും സ്വന്തം രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പരസ്യമായി പിന്തുണയ്ക്കുകയും ഒപ്പം ആ ബില്ലിനെ തകർക്കാൻ ശ്രമിക്കുന്ന കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എംപിമാരുടെയും നേതാക്കളുടെയും നിലപാടിനെ തള്ളിപ്പറയുകയുമാണ് വേണ്ടത്. മുനമ്പം ജനതയോട് ഉത്തരവാദിത്വമുള്ളവർ ഒന്നിച്ചു നിന്ന് ഇറക്കുന്ന ഒരൊറ്റ പത്രക്കുറിപ്പ് മതി കള്ളന് കഞ്ഞി വയ്ക്കുന്ന ഈ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും നേതാക്കളെയും എംപിമാരെയും വരച്ച വരയിൽ നിർത്തുവാൻ. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം ഈ വിഷയത്തിലെങ്കിലും മാറ്റിവെക്കേണ്ടതായി വരും. അതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു ആത്മാർത്ഥമായ ഒരു സമ്മർദ്ദ നിലപാടിലൂടെ മാത്രമേ മുനമ്പത്തെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെല്ലാം മുനമ്പത്തുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തരികിട വേലകൾ മാത്രമാണ്. അതുപോലെ ചിലരിപ്പോൾ സമവായ ശ്രമവുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലെ കഥകളെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്,
സമവായ ശ്രമങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് ഒരു തരത്തിലും പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. സമവായം എന്ന വാക്ക് പോലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം മുനമ്പത്തുകാർ കയ്യേറ്റക്കാരല്ല, അനധികൃതമായി കുടിയേറിയവരല്ല. അവർ അവിടെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയുടെ ഉടമകളാണ്. പിന്നെ അവരുമായി സമവായം ഉണ്ടാക്കി ഒത്തുതീർപ്പുണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഒത്തുതീർപ്പുണ്ടാകുമ്പോൾ രണ്ട് സ്ഥലത്തു നിന്നും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമല്ലോ, അല്ലാതെ ഒത്തുതീർപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ സമവായത്തിലൂടെ വഖഫ് ബോർഡിൻ്റെ ഒരു ഭൂമി പ്രശ്നം സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നുവരെ പരിഹരിച്ചിട്ടില്ല, ഇനി പരിഹരിക്കപ്പെടാനും പോകുന്നില്ല. ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയായിട്ടുള്ള ഈ മുനമ്പത്തെ ഈ വിഷയം സമവായത്തിലൂടെ പരിഹരിച്ചാൽ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുള്ള ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭൂമികളിലെ വിഷയത്തിലും ഇതേ രീതി പിന്തുടരുവാൻ ഇവർ നിർബന്ധിതരാകും. അത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സമവായം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളെ അത്തരത്തിലെ സമവായ ചർച്ചകളുടെ കാര്യവും പറഞ്ഞ് നിങ്ങളെ തൽക്കാലത്തേക്ക് പിന്തിരിപ്പിച്ച് അയക്കുന്നതിൻ്റെ ഉദ്ദേശം ലോക്സഭയിലെ ആ ബില്ല് പരാജയപ്പെടും എന്നുള്ള പ്രതീക്ഷയിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മൂലംപള്ളിക്കാരെ പോലെ എൻ്റെ പ്രിയപ്പെട്ട മുനമ്പത്തെ ജനങ്ങൾ വഞ്ചിക്കപ്പെടരുത്.